നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായമാണ് ഇപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീം നമുക്കറിയാം, വീണ്ടും ജനനമാണ്. ഈ വീണ്ടും ജനനം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. നമ്മളെല്ലാം വീണ്ടും ജനിച്ചവരായിരിക്കണം എന്ന് ഞാൻ അനുമാനിക്കുന്നു. നമ്മൾ ഇനി സുവിശേഷം പങ്കുവെക്കുമ്പോഴും ഈ വീണ്ടും ജനനം എന്താണ് എന്ന് ഓരോ മനുഷ്യരും അറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും പാസ്റ്റേഴ്സിനും പോലും വിശ്വാസികൾക്ക് പോലും വീണ്ടും ജനിച്ചവർക്ക് പോലും ഇതെന്താണ് ഈ വീണ്ടും ജനന അനുഭവം എന്ന് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും പ്രയാസം ഉണ്ട്. കാരണം ഇന്ന് അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകൾ, അതായത് റീജനറേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം പഠിപ്പിക്കുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് പലരും വിചാരിക്കുന്നത് ഒരു അനുതാപത്തിന്റെ അനുഭവം വന്നു കഴിഞ്ഞാൽ, മാനസാന്തരത്തിന്റെ അനുഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആണെന്നാണ്. പക്ഷെ മാനസാന്തരം എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. അതിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്, മാനസാന്തരം എങ്ങനെ നടക്കുന്നോ അതേ അളവിൽ നമ്മൾ എപ്പോൾ ആ മരണത്തിന്റെ പങ്കാളിയാകുന്നു അതിനാണ് മാനസാന്തരം എന്ന് ശരിക്കും പറയുന്നത്. റിപ്പൻറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചില പാപങ്ങളെ ഓർമ്മ വരരുത്. ഈ പാപം ഇനി ഞാൻ ചെയ്യില്ല, അതല്ല റിപ്പൻറ്റൻസ്. റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് എന്നോടുള്ള എന്റെ ട്രസ്റ്റ് ഞാൻ വേണ്ട എന്ന് വെക്കുന്നതാണ്. എന്നെ തന്നെ ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത് വേണ്ട എന്ന് വെക്കുന്നതിനാണ് ശരിക്കും റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. പുതിയ നിയമ റിപ്പൻറ്റൻസ് അതാണ്. ഞാൻ എന്റെ ഫാക്കൽറ്റീസിനൊന്നും ആശ്രയിക്കുന്നില്ല. ഐ ലീവ് കംപ്ലീറ്റ്ലി മൈ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ഐ ലീവ് മൈ സെൽഫ്. ഞാൻ എന്നെ തന്നെ ഉപേക്ഷിച്ച് തന്നെത്താൻ ത്യജിച്ച് എന്നെ മരണത്തിന് ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ക്രിസ്തുവിലേക്ക് നോക്കുന്നു. അപ്പൊ എന്റെ റിസോഴ്സസിനെ ഞാൻ ആശ്രയിക്കാതെ ക്രിസ്തുവിലേക്ക് പൂർണ്ണമായും നോക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ പുതിയ മാനസാന്തരം എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ടേണിംഗ് ഫ്രം സിൻസ് ബട്ട് ഇറ്റ്സ് ടേണിംഗ് ഫ്രം മൈ സെൽഫ്, ഫ്രം മൈ നേച്ചർ. എന്റെ പ്രകൃതത്തിൽ നിന്ന് തന്നെ ഞാൻ മാറുന്ന, നന്നായിക്കോളും എന്ന് ഞാൻ വിചാരിക്കുന്ന എന്റെ ആ ഒരു ജഡത്തിൽ നിന്ന് തന്നെ ഞാൻ മാറുന്ന ആ ഒരു സ്ഥിതിയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. റിപ്പൻറ്റൻസ് ഈസ് ടു മേക്ക് us trust the Lord rather than ourselves. ഞാൻ നന്നായിക്കോളൂ എന്നല്ല, കർത്താവ് എന്നെ വിശുദ്ധീകരിക്കുമെന്നും അവൻ എന്നെ രക്ഷിക്കുമെന്നും അവനുള്ള അധികാരം ഉണ്ടെന്നും അത് എന്റെ മനസ്സിനെ ആസ്പദമാക്കി എന്റെ തീരുമാനത്തെ ആസ്പദമാക്കി അല്ലെന്നും ഉയരത്തിൽ നിന്നുള്ളൊരു വീണ്ടും ജനനം വഴിയാണെന്നും അത് ദൈവം എന്റെ മേൽ തളിക്കുന്ന ജലം ശുദ്ധീകരണത്തിന്റെ ജലവും അതുപോലെ പഴയതിനെ എടുത്തു മാറ്റുന്നതിന്റെ ജലം. ശുദ്ധീകരണം എന്ന് പറയുന്ന വിശുദ്ധീകരണം തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ ഒരു ഭാഗം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശുദ്ധീകരണം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇനിഷ്യൽ പ്രോസസ്. ആ പ്രോസസ്സില് ഈ ശുദ്ധീകരണം എന്ന പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയല്ല. നമുക്ക് പലപ്പോഴും ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടല്ല ശരിക്കും ശുദ്ധീകരണത്തെ വെച്ചിരിക്കുന്നത്. ഇവിടെ എസെക്കിയേലിന്റെ പ്രവചന പുസ്തകം നമ്മൾ എന്താ കണ്ടത് കഴിഞ്ഞ ദിവസം? ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ ശുദ്ധന്മാരായി തീരുമെന്നാണ്. ക്ലീനിങ് ഈസ് എ പ്രോസസ് ഡൺ ബൈ ഗോഡ്. പലപ്പോഴും നമ്മുടെ ഒരു തെറ്റിദ്ധാരണ നമ്മൾ കരയുന്നതനുസരിച്ചാണ് ക്ലീനിങ് എന്ന്. കരയാൻ പോലും നമുക്ക് കഴിയുന്ന ക്ലീനിങ് നടക്കുന്നതുകൊണ്ടാണ്. നമുക്ക് ക്ലീനിങ് നടക്കുന്നില്ല എങ്കിൽ വി വിൽ ബി ഹാവിങ് ഹാർഡൻഡ് ഹാർട്ട്സ്. നമുക്ക് കഠിന ഹൃദയം ഉണ്ടാകും. അവിടെയാണ് ക്ലീനിങ്ങിന്റെ ഫലമായിട്ടാണ് നമുക്ക് ആർദ്രമാകുന്ന, തകരുന്ന, നിലവിളിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാകുന്നത്. എസെക്കിയേലിന്റെ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഹാർഡൻഡ് ഹാർട്ട്സ് ആണ് ഈ ക്ലീനിങ് ദൈവം തന്നെ ചെയ്യേണ്ടതായിട്ട് ആവശ്യമാക്കി മാറ്റുന്നത്. നമുക്കൊരു സോഫ്റ്റ് ഹാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ദൈവം ഇടപെടാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ തീരുമാനം എടുത്തും കരഞ്ഞും ഒക്കെ. ബട്ട് റിപ്പൻറ്റൻസ്, ഈവൻ റിപ്പൻറ്റൻസ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. അതുപോലും നമ്മുടെ കൈകളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം, യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന റിപ്പൻറ്റൻസിനെ നമ്മൾ അലക്ഷ്യമാക്കരുത്. കാരണം ഇറ്റ്സ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ് ടു റീക്ലെയിം ഇറ്റ്. അപ്പൊ എനിക്കത് പോയാൽ നാളെ പറക്കിയെടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പൊ എനിക്ക് ഇന്ന് അനുദപിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ നാളെ എനിക്ക് അനുതാപം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റില്ല. ഐ കനോട്ട് ജനറേറ്റ് ദാറ്റ് റിപ്പൻറ്റൻസ് ഇൻ മീ. ഇറ്റ്സ് സംതിങ് ദാറ്റ് ഗോഡ് ഈസ് ഡൂയിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുതാപം, നമ്മുടെ ആശ്രയത്വത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആ റിപ്പൻറ്റൻസ് വി നീഡ് ടു കണ്ടിന്യൂ. അത് കണ്ടിന്യൂ എന്ന് പറയുന്നത് പോലും നമ്മൾ അല്ലെങ്കിൽ പോലും വി ഷുഡ് കണ്ടിന്യൂസ്ലി വെൻ യു ആർ ലുക്കിംഗ് അൺ ടു ദ ലോർഡ്
കർത്താവിന്റെ മഹത്വത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി വിൽ ബി ഇൻ ദാറ്റ് റിപ്പൻഡൻസ്. വിശ്വാസത്തോടെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ആ ഫെയ്ത്ത് നമ്മളെ ഒരു കണ്ടിന്യൂയിങ് റിപ്പൻഡൻസിലേക്ക് നമ്മളെ നയിക്കും. അപ്പൊ കർത്താവ് നമ്മളോട് ശരിക്കും ചെയ്യുന്നത് ഹീസ് ക്ലെൻസിങ് അസ് ഓഫ് അവർ ഹാർഡൻഡ് ഹാർട്ട്. ഈ പഴയ നിയമത്തിലെ മാനസാന്തരം എന്ന് പറയുന്നത് നമുക്കറിയാം പ്രവൃത്തികളെ ബേസ് ചെയ്തുള്ളതാണ്. എന്നാൽ പുതിയ നിയമത്തിലെ മാനസാന്തരം നമ്മുടെ പ്രകൃതത്തെ ബേസ് ചെയ്തുള്ളതാണ്. അതാണ് ഹാർഡൻഡ് ഹാർട്ടിനെ ദൈവം റിമൂവ് ചെയ്യുമെന്ന് പറയുന്നത്, എടുത്തു മാറ്റും എന്ന് പറയുന്നത്. അപ്പം കഠിന ഹൃദയത്തെ എടുത്തു മാറ്റാനാണ് വെള്ളം, ക്ലെൻസിങ് എന്ന ആ വാക്ക് ഉപയോഗിക്കുന്നത്. സോ ദാറ്റ്സ് സംതിങ് ദാറ്റ് ദ ലോർഡ് ഡസ്. പലപ്പോഴും നമുക്ക് ഇത് നമ്മുടെ മേൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ പ്രഷറാണ്. ഈ രക്ഷയുടെ ഓട്ടം എന്ന് പറയുന്ന മനുഷ്യന്റെ മേൽ വെച്ച് കഴിയുമ്പോൾ ഇറ്റ് ബിക്കംസ് ടു ഹാർഡ് ഫോർ ഹിം. ഈ പലപ്പോഴും മതങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം മനുഷ്യന്റെ തലയിലേക്ക് വെക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും മനുഷ്യന്റെ തലയിലോട്ട് വെച്ചില്ലെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു ജീവിതമായി പോയില്ലേ, പാപത്തിൽ വീഴില്ലേ എന്നാണ്. ഇവിടെ എല്ലാം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ആ ഒരു അനുഭവം, റിപ്പൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു അനുഭവം, അത് നമ്മളെ തുടർച്ചയായി വിശ്വസിക്കാനാണ് സഹായിക്കുന്നത്. എപ്പോഴെല്ലാം ഫെയ്ത്ത് ഈസ് ഇൻ ഓപ്പറേഷൻ, വി ആർ നോട്ട് ട്രസ്റ്റിംഗ് അവർ സെൽസ്. നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ നമ്മളെ തന്നെ നോക്കുന്നില്ല. കാരണം വി ആർ ലുക്കിംഗ് അറ്റ് ക്രൈസ്റ്റ്. നമ്മളുടെ ദൈവം എപ്പോഴും ആവശ്യപ്പെടുന്ന കർത്താവിനെ നോക്കാനാണ്. when you are looking at him, we are not valuing ourselves or not trusting ourselves. Okay, so ഈ വെള്ളം തളിക്കുക അല്ലെങ്കിൽ ക്ലീൻ വാട്ടർ നമ്മുടെ മേൽ തളിക്കുക എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് ദ ലോർഡ് ഡസ്, നോട്ട് മീ. ഓക്കെ, നോട്ട് മീ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചു. അപ്പൊ നമ്മളിൽ പ്രവർത്തിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ, അത് എബ്രായ ലേഖനം പറയുന്നത്, നിങ്ങളിൽ ദൈവമാണ് പ്രവർത്തിക്കുന്നത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് കിടിലമാണ് ഉണ്ടാകേണ്ടത്. അതാണ് എബ്രായ ലേഖനം പറയുന്ന ഒരു കാര്യം. ദൈവമാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ് ഈ ചേസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഭയവും വിറയലുമാണ് ഉണ്ടാക്കേണ്ടത്. ഇഫ് ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ us, that should make us humble and that should make us reverence him. അവനെ ഭയത്തോടെ വിറയലോടെ അവന്റെ അടുത്ത് ചെല്ലുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ദൈവം നമ്മളെ രക്ഷിക്കാനിടുന്ന കൊളുത്തുകളാണ് നമുക്ക് തോന്നുന്ന അനുതാപവും, നമുക്ക് തോന്നുന്ന കരച്ചിലും, നമുക്ക് തോന്നുന്ന പാവബോധവും എല്ലാം വലിയ വലിയ ഗിഫ്റ്റുകളാണ് ശരിക്കും. The Lord is gifting us with repentance. ഒരു അനുതാപമുള്ള ആർദ്രമായ തകർക്കപ്പെട്ട ഒരു ഹൃദയം. It's something that the Lord gives us. അപ്പൊ അത് നമ്മൾ നിസ്സാരവൽക്കരിച്ചാൽ, രക്ഷയെ നിസ്സാരവൽക്കരിച്ചാൽ, ആ റിപ്പൻറ്റൻസിനെ നിസ്സാരവൽക്കരിച്ചാൽ സംഭവിക്കുന്നത് നമുക്ക് നാളെ ഇതൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അതിനോട് തോന്നേണ്ട റെവറൻസ് എന്ന് പറയുന്നത് സകലത്തെയും സൃഷ്ടിച്ച ദൈവം നമ്മോട് ഇത്രയും കരുണ കാണിക്കുന്നു എന്നുള്ളതാണ്. നമ്മോട് ഇത്രയും കരുണ കാണിക്കുന്നു, നമ്മളെ നന്നാക്കാൻ കർത്താവ് ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മളെ നന്നാക്കാൻ വേണ്ടി കർത്താവ് നമ്മളിൽ ഒരു കൊടുത്തിടുന്നു. ഹീസ് ക്യാച്ചിങ് മീ, ഗെറ്റിംഗ് മീ ടു ഹിംസെൽഫ്. ആ ഒരു ദൈവിക പ്രവൃത്തിയുടെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കുകയും അവനെ ആരാധിക്കുകയും. അതുകൊണ്ടാണ് നമ്മൾ ഈ സൺഡേ കൂടി വരുമ്പോഴെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ രക്ഷയെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. നമ്മുടെ പ്രൈസ് മുഴുവനായ സാൽവേഷനെ ഓർത്തിട്ടാണ്. കർത്താവ് നമ്മളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി കാണുമ്പോൾ ഇത്രയും വലിയവനും മഹത്വവാനുമായ സ്വർഗത്തിലെ സകല തേജസ്സുള്ള ദൈവം എന്നെ നന്നാക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഹംബിൾസ് മീ. എന്തിനാണ് കർത്താവിനെ ഏഴയും പൊടിയും നിസ്സാരനുമായ എന്നെ, അല്ലെ? എത്രയോ ആൾക്കാർ ലോകത്തുണ്ട്, എത്രയോ വേണമെങ്കിൽ ദൈവത്തിന് പുതുതായിട്ട് സൃഷ്ടിച്ചുകൂടെ? അപ്പൊ ഗോഡ് ടേക്കിംഗ് ആൻ ഇനിഷ്യേറ്റീവ് ടു ചേഞ്ച് മീ, ടു കൺവേർട്ട് മീ എന്നുള്ളത് ശരിക്കും നമ്മളെ ഹംബിൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഒരിക്കലും എപ്പോഴും ഗോസ്പലിന്റെ ശത്രു പിശാചല്ല, മനുഷ്യനാണ്. ഇറ്റ്സ് എ വെരി പെയിൻഫുൾ ഫാക്ടർ, പെയിൻഫുൾ. പിശാചിന് ഒരിക്കലും ദൈവത്തിന്റെ ഹിതത്തിനെതിരെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. ഹീസ് എ ലിമിറ്റഡ് ബീയിങ്. അവനൊരു സമയം ഉള്ളതുകൊണ്ടാണ് അവൻ ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ എപ്പോഴും ഇപ്പൊ തന്നെയല്ല, പിശാച്, സേറ്റൻ cannot കം ആൻഡ് വേജ് ദിസ് വാർ. അവൻ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം സാത്താനെ നേരിട്ട് വന്ന് നമ്മളെ പ്രലോഭിപ്പിച്ച് വീഴിക്കാനോ ഒന്നും ഒക്കെ പ്രയാസം. അങ്ങനെയൊന്നും ഒരിക്കലും സാധിക്കത്തില്ല. നമ്മൾ വശംവദരാവില്ല, അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പൊ സാത്താൻ വെളിപ്പെട്ടാൽ നമ്മൾ ഒരു കാരണവശാലും അവന്റെ പ്രലോഭനങ്ങൾക്ക് വശംവദരാവില്ല. അതുകൊണ്ട് സാത്താൻ വെളിപ്പെടാതെ സാത്താൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന് തക്കതായ ഹ്യൂമൻ ഗുഡ്നെസ്സിനെ, അതായത് ദൈവത്തിൽ നമ്മളെ അകറ്റിക്കളയാൻ പറ്റുന്ന ഒരു ഹ്യൂമൻ നന്മ, ഒരു ഹ്യൂമനിസ്റ്റിക് തിങ്കിങ് അല്ലെങ്കിൽ ഹ്യൂമൻ പെർസ്പെക്റ്റീവ്സിനെ കൊണ്ടുവന്നിട്ടാണ് സാത്താൻ ദൈവത്തിന്റെ പദ്ധതികളെ അട്ടിമറിക്കുന്നത്. സോ വാട്ട് യു തിങ്ക് ആസ് പെർഫെക്റ്റ് ഇൻ ഹ്യൂമനിസ്റ്റിക് ടേംസ് can upset God's plan in my life.
ആൻഡ് മേക്ക് മീ ഹാർട്ട്. കഠിന ഹൃദയം ഉണ്ടാകുന്നത് ഈ ഹ്യൂമനിസം കാരണമാണ്. ഹ്യൂമനിസ്റ്റിക് ഫിലോസഫീസ്, തത്വചിന്തകൾ. മനുഷ്യനാണ് സുവിശേഷത്തിന്റെ ശത്രു. മനുഷ്യന്റെ നന്മ എന്ന് മനുഷ്യൻ അസ്യൂം ചെയ്യുന്ന അതാണ് ശരിക്കും സുവിശേഷത്തിന്റെ ശത്രു. ഓക്കെ, സാത്താൻ ശത്രു അല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാത്താന്റെ ശത്രു നമുക്ക് ഒബ്വിയസ് ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ, മനുഷ്യൻ മുഴുവൻ ദൈവത്തിന്റെ ശത്രുവാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഇമ്പാക്ട് എത്ര വലുതാണെന്ന് മനസ്സിലാകുന്നത്. മനുഷ്യന്റെ ചിന്തകൾ, അല്ലെ മനുഷ്യന്റെ പ്ലാനുകൾ, അല്ലെ മനുഷ്യന്റെ ഏറ്റവും പ്രധാനം അവന്റെ അനാലിസിസ്, അവന്റെ ഇവാലുവേഷൻസ്, ഒരാളെ കാണുമ്പോൾ അവരെ വിലയിരുത്തുന്നത്, അതുപോലെ ഒരു സിറ്റുവേഷനെ അനലൈസ് ചെയ്യുന്നത്, ഇതെല്ലാം ദൈവത്തിന്റെ നീതിക്ക് വിരോധമാണ്. ദൈവത്തിന്റെ നീതിക്ക് വിരോധം. അപ്പം വി നീഡ് എ ന്യൂ ഹാർട്ട്, എ ഹാർട്ട് ദാറ്റ്സ് കംപ്ലീറ്റ്ലി റെസ്പോൺസീവ് ടു ദ ലോർഡ്. ദൈവത്തോട് പൂർണ്ണമായും ഹംബിൾ ആയിട്ടുള്ള ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല. സോ ഗോഡ്സ് റീജനറേറ്റീവ് വർക്ക് ഇൻ അസ്. അതിനാണ് തിത്തോസിന്റെ ലേഖനത്തിൽ ഈ വെള്ളത്തെ വാഷിംഗ് ഓഫ് റീജനറേഷൻ എന്ന് പറയാനുള്ള കാരണം അതാണ്. ദ ലോർഡ് ക്ലെൻസസ് us, saves us by that washing of regeneration and renewal of the spirit. അതായത് പുനർജനന സ്നാനം കൊണ്ടും ആത്മാവിന്റെ നവീകരണം കൊണ്ടുമാണ് നമ്മളെ രക്ഷിക്കുന്നത്. അപ്പൊ ആത്മാവ് എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, എങ്ങനെയാണ് ആത്മാവിനെ പകരുന്നത്? നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, നമ്മളെ വീണ്ടും ജനിപ്പിക്കാൻ വേണ്ടി ആത്മാവിനെ പകരുന്നത് സമൃദ്ധിയായിട്ടാണ്. There is no limit. It's an abundant overflow of the spirit. നമ്മളെ രക്ഷിക്കുവാൻ, നമ്മുടെ ചിന്താഗതികളെ മുഴുവൻ മാറ്റുവാൻ, നമ്മുടെ പഴയ മനുഷ്യനെ തന്നെ റിമൂവ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപാമഹത്വം വെളിപ്പെടുത്തുന്നത്. നമുക്ക് തിത്തോസിന്റെ ലേഖനം ഒന്ന് വായിക്കാം. ആ റീജനറേഷൻ എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ അത് നമ്മളെ സഹായിക്കും. തിത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. തിത്തോസ് 3:4, 5, 6. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തന്റെ കരുണ പ്രകാരം അത്രേ രക്ഷിച്ചത്. അപ്പൊ ദൈവത്തിന്റെ കരുണയാണ് നമ്മളെ രക്ഷിച്ചത്. ഓക്കെ, അപ്പൊ നമ്മുടെ നീതി പ്രവൃത്തികളല്ല. പിന്നെ എന്തൊക്കെ കർത്താവ് തന്നെ ചെയ്തത്? എന്താണ് കർത്താവിന്റെ ഇനിഷ്യേറ്റീവ്? എന്തൊക്കെയായിരുന്നു? നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. സോ ജസ്റ്റിഫിക്കേഷൻ വാസ് ഓൾസോ ഗ്രേസ്, നോട്ട് മെറിറ്റ്. പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളാകേണ്ടത്. നമ്മൾ എന്താണോ പ്രത്യാശിക്കുന്നത് അത് പ്രകാരം, അതിനനുസരിച്ച്, അക്കോർഡിംഗ് ടു അവർ ഹോപ്പ്, നമ്മൾ എന്താണോ പ്രത്യാശിക്കുന്നത് അതിനനുസരിച്ചുള്ള നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും, ദാറ്റ് മീൻസ് റിമൂവിങ് ഓഫ് ദ ഓൾഡ്, ഇനി ഒന്നും കൂടെ ജനിപ്പിക്കാൻ വേണ്ടിയുള്ള സ്നാനം. അത് ഇംഗ്ലീഷ് എഴുതുമ്പോൾ വാഷിംഗ് ഓഫ് റീജനറേഷൻ. പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന, കണ്ടോ, അബണ്ടന്റ് ഔട്ട് പോറിംഗ് ഓഫ് ദ സ്പിരിറ്റ്, ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യം. ഈ വചനം വിശ്വാസയോഗ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ബാക്കിയൊന്നും വിശ്വാസയോഗ്യമാണെന്നുള്ള അർത്ഥത്തിലല്ല. ഈ വചനം വിശ്വാസയോഗ്യം എന്ന് പറയുന്നതിന്റെ അർത്ഥം ദിസ് ഈസ് എ ഡോക്ട്രിനൽ ട്രൂത്ത് ദാറ്റ് യു ഷുഡ് എംഫസൈസ് എന്നുള്ളതാണ്. അതായത് ഈ വചനം നമുക്ക് വിശ്വാസ പ്രമാണമായുള്ള കൺഫെഷന്റെ ഭാഗമാണ്. അതാണ് തിത്തോസിന്റെ ലേഖനത്തിലെ ആ വാക്യപ്രയോഗത്തിന്റെ അർത്ഥം. വി നീഡ് ടു കൺഫസ് ദാറ്റ് വി ഹാവ് ബീൻ വാഷ്ഡ് ബൈ ദ ലോർഡ് ആൻഡ് വി ആർ റിന്യൂഡ് ബൈ ഹിസ് സ്പിരിറ്റ്. അത് നമുക്ക് വിശ്വാസത്തിന്റെ ഒരു കൺഫെഷനാണ്. ഞാൻ കർത്താവിന്റെ കൈകളാൽ തളിക്കപ്പെട്ടവനും അവന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവൻ എന്ന് പറയുന്നുണ്ട്, അല്ലെ? സോ ദാറ്റ്സ് ക്ലെൻസിങ്. രക്തത്താലുള്ള തളിക്കപ്പെടൽ, രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരായവർക്ക് എഴുതുന്നത്. സോ വി ആർ ക്ലെൻസ്ഡ് ബൈ ഹിസ് ബ്ലഡ്, വാഷിംഗ് ഓഫ് റീജനറേഷൻ ആൻഡ് റിന്യൂഡ് ബൈ ദ സ്പിരിറ്റ്. അങ്ങനെ കഴുകപ്പെട്ടവരെ അവൻ ആത്മാവിന്റെ സമൃദ്ധിയായ ഒഴുക്കിനാൽ ഒരു പുതിയ ജീവനിലേക്ക് അവരെ പ്രവേശിപ്പിച്ചു. ഇങ്ങനെയാണ് നാം ദൈവത്തിന്റെ മക്കളായി മാറുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്സ് എ ഡിവൈൻ ആക്ഷൻ. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നമ്മളെ മക്കളാക്കി മാറ്റുന്നത്. മക്കളുടെ പ്രവൃത്തികളല്ല മാതാപിതാക്കളെ സൃഷ്ടിക്കുന്നത്, മാതാപിതാക്കളാണ് മക്കളെ ഉരുവാക്കുന്നത്. സോ ഇറ്റ്സ് സെയിം ലോജിക് ഹിയർ ഓൾസോ. ഇപ്പോൾ നിക്കോദമോസിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഹി വാസ് വെരി അക്കാഡമിക് and he knew how to teach the people, but he did not know what really to teach. എന്തായിരുന്നു ശരിക്കും അവരോട് പറയേണ്ടിയിരുന്നത്? ഇപ്പം എനിക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രലോഭനം ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പൊ എനിക്ക് ഇത് കഴിഞ്ഞ 9:30 ഒരു മെസ്സേജ് ഉണ്ട്. ദുബായിലെ ഒരു ചർച്ചാണ്, ഷാർജയിൽ.
അടുത്ത ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 21 ദിവസം ഒരു ചർച്ചിലെ മീറ്റിംഗ് ഉണ്ട്. ഞാൻ ഈ വൺ സിംഗിൾ മീറ്റിങ്ങിന് ഞാൻ പോയിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഇവരോട് പറയേണ്ടത്? അപ്പൊ ഞാൻ വിചാരിക്കും, ഞാൻ ഈ മാനസാന്തരത്തെ കുറിച്ച് പറയുന്ന, വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നതൊക്കെ ഓൾറെഡി ഒത്തിരി പേര് കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ യൂട്യൂബിലൊക്കെ ആൾക്കാർ ഇടുന്നുണ്ട്. ഞാൻ അറിഞ്ഞിട്ടല്ല ഇടുന്നത്, എല്ലാം ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോ ഇനി ഞാൻ ഇവിടെ പുതുതായിട്ട് എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കില്ലേ ഇയാൾക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ എന്ന് ആളുകൾ ചിന്തിക്കില്ലേ എന്നൊരു ടെംപ്ടേഷൻ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കർത്താവിനോട് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, സുവിശേഷം പറയാതെ നമ്മൾ നമ്മളെ തന്നെ തെളിയിക്കാൻ നടന്നാൽ we will become good teachers academically, but we will not be speaking out the will of God. ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്താൻ പിന്നെ എനിക്ക് കഴിയാതോ, I will become an academic preacher. അപ്പൊ പുതിയ പുതിയ പ്രസംഗങ്ങൾ ഉണ്ടാക്കി വിടുക. അപ്പം ആളുകൾ നന്നാവുക എന്നുള്ളതിനേക്കാൾ എന്റെ പ്രസംഗം നന്നാവുക എന്നുള്ളതിലേക്ക് ഞാൻ വരും. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ എവിടെ ചിന്തിച്ചാലും അവിടെ എല്ലാം നമുക്കത് ഉചിതമെന്ന് തോന്നും. പക്ഷെ ശരിക്കും ഒരു ഡിവൈൻ പെർസ്പെക്റ്റീവിൽ അത് അങ്ങനെ ആയിരിക്കില്ല. ഐ നീഡ് ടു അബാൻഡൺ മൈസെൽഫ് ആൻഡ് സ്റ്റാൻഡ് ഓൺ ദ പുൾപിറ്റ് ആൻഡ് സേ, ഓ ലോർഡ്, 1 മെസ്സേജ് 1 hour, യു ആർ ഗോയിങ് ടു കം. നീ വരാൻ പോകുന്നു, 1 മണിക്കൂർ എനിക്ക് തന്നിരിക്കുന്നു. എമർജൻസി ആയിട്ട് ഞാൻ ഇവരോട് എന്ത് പറയും? അപ്പൊ എന്ത് പറയും? സുവിശേഷം പറഞ്ഞേ പറ്റൂ. സുവിശേഷം പറയുമ്പോൾ ആൾക്ക് ഇതല്ലേ ഞങ്ങൾ നേരത്തെ കേട്ട, എനിക്കറിയില്ല, യു ഡോണ്ട് വാണ്ട് ടു ഹിയർ, നോ പ്രോബ്ലം, പക്ഷെ ഐ മേ ഹാവ് ടു സേ ഇറ്റ്. അത് ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നമ്മുടെ ഒരു കൺസെപ്റ്റിനെ അബാൻഡൺ ചെയ്യാം. പലരും എന്നോട് ഒരുപക്ഷെ പലരും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെ പറയാത്ത ചിലപ്പോൾ ഇത് ഗ്രഹിക്കാത്തതുകൊണ്ടും ആയിരിക്കാം. ബട്ട് യുനോ വെൻ വി ആർ ബിഫോർ ദ പുൾപിറ്റ്, നമുക്ക് ഒരിക്കലും എന്താ പറയുന്നത്, നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ദൈവം എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു പറ്റും. അങ്ങനെ ലൈഫ് ത്രൂ ഔട്ട് നമുക്ക് കർത്താവിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതും ഹ്യൂമൻ തിങ്കിങ്ങിനെതിരായിരിക്കും. അത് ഒരു നാരോ ഗേറ്റ് ആണ്. ആ നാരോ ഗേറ്റിലൂടെ കർത്താവിന്റെ ഇഷ്ടം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ റിയലി ടഫ്. ഓരോ സമയത്തും വി ആർ അബാൻഡനിങ് അവർ തോട്ട്സ്, അപ്പാരന്റ്ലി ഗുഡ്, കേൾക്കുമ്പോൾ നല്ലതായിട്ട് തോന്നും, ബട്ട് വി ആർ സ്റ്റിൽ അബാൻഡനിങ് ഇറ്റ് ടു പർസ്യൂ പെർഫെക്ഷൻ ഇൻ ക്രൈസ്റ്റ്. ഓക്കെ, അത് മനുഷ്യന്റെ മുമ്പിൽ ചിലപ്പോൾ അത് അഭിമാനമുള്ളത് ആയിരിക്കണം. അപ്പൊ തിത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ കണ്ടത് ഇതേ റിഫ്ലക്ഷൻ ആണ്. കർത്താവിന്റെ ആത്മാവിനാൽ നമ്മൾ റിന്യൂ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഹോളി ദ വർക്ക് ഓഫ് ദ ലോർഡ്. ആൻഡ് നിക്കോഡമസിനെ പറ്റിയതും ഹി വാസ് ആൻ അക്കാഡമിക് പ്രീച്ചർ. വൺസ് യു ബിക്കം ആൻ അക്കാഡമിക് പ്രീച്ചർ, എനിക്ക് സംഭവിച്ച ഒരു കാര്യം ഞാൻ പറയാം. ഈ പ്രസംഗത്തിന്റെ ഫോക്കസ് പലപ്പോഴും ഞാൻ ആദ്യ കാലത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോ പറയാറില്ല എന്ന് ഞാൻ അടുത്തിടെ ചിന്തിച്ചു. എനിക്കൊരു വിഷമം തോന്നി. കാരണം ആദ്യ കാലങ്ങളിൽ ഇപ്പൊ പറയാതിരിക്കുന്നതിനകത്തൊരു ഹ്യൂമൻ സൈഡ് ഉണ്ട്. അതായത് ഞാൻ അതിനോടുള്ള എക്സൈറ്റ്മെന്റ് എന്റെ ഉള്ളിൽ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഴയതിനോടുള്ള എക്സൈറ്റ്മെന്റ് ഭാരവും കുറഞ്ഞു. അപ്പൊ അവിടെ എല്ലാം ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കുക എന്ന് പറയുന്ന ഇറ്റ്സ് എ സ്ട്രഗിൾ ടു ബി ഏബിൾ ടു റിപ്പീറ്റ് വാട്ട് ഐ ബീൻ ടീച്ചിങ് again and again and again like a teacher rather than a presenter. ആൾക്കാരെ അത് മനസ്സിലാക്കുന്നവരെയും അനുഗമിക്കുന്നവരെയും കർത്താവിനെ അനുഗമിക്കുന്നവരെയും അവരിൽ ടീച്ചേഴ്സ് ഉരുവാകുന്നത് വരെയും ബീറ്റിംഗ് ദ സെയിം തിങ് again and again. ഓക്കെ, അപ്പോൾ അക്കാഡമിക് പ്രീച്ചിങ്ങിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കുറെ കഴിയുമ്പോഴേക്കും ഇത് പ്രീച്ചിങ് എന്ന് പറയുന്നത് ഇൻ ഇറ്റ് സെൽഫ് വിൽ ബിക്കം ആൻ എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. എന്ന് പറഞ്ഞാല് പ്രീച്ചിങ് ഇറ്റ് സെൽഫ് വിൽ ബി ആൻ എൻഡ്. നമ്മൾ എന്തിനാ പ്രസംഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ വേണ്ടി, അതാണ് അതിന്റെ ലക്ഷ്യം. എനിക്കൊരു മിനിസ്ട്രി, പ്രസംഗം കിട്ടി, വെരി ഗുഡ്, ഇങ്ങനെയാവും. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്താ? പ്രസംഗിക്കാൻ ചാൻസ് കിട്ടുക, അതാണ് ലക്ഷ്യം. പ്രസംഗത്തിന്റെ ലക്ഷ്യം പ്രസംഗമല്ല, പ്രസംഗത്തിന്റെ ലക്ഷ്യം ആളുകൾ ക്രിസ്തുവിന്റെ ജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം പറയുന്നത്, ഞാനിത് എഴുതുന്നത് ഒരു കത്ത് എഴുതാൻ വേണ്ടിയല്ല, നിങ്ങൾ ഇത് വായിച്ച് ജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി എന്ത് റെവലേഷൻ ആണ് വേണ്ടത്, അത് മാത്രമാണ് ഞാൻ. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ് നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, യേശു അവനോട് ഉത്തരം പറഞ്ഞു, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ടും ഇത് അറിയുന്നില്ലയോ? ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ട് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു, ഞങ്ങളുടെ സാക്ഷി നിങ്ങൾ കൈക്കൊള്ളുന്നില്ല താനും. ആരാ ഞങ്ങള്? ആരാ? ഇപ്പൊ ആരാ അവിടെ മാനസാന്തരത്തെ കുറിച്ച് പറയുന്നത്? മാനസാന്തരത്തെ കുറിച്ച് പറയുന്ന 2 പേരേ ഉള്ളൂ അവിടെ. ഒന്ന് ആരാ? യോഹന്നാൻ സ്നാപകൻ. മറ്റേത് യേശുക്രിസ്തു. നിക്കോദമോസിന് ദൈവരാജ്യത്തെ കുറിച്ച് അറിയാനാണെങ്കിൽ ആദ്യം ചെല്ലേണ്ടത് എവിടെയായിരുന്നു? യോഹന്നാന്റെ അടുത്തേക്കായിരുന്നു. ഓക്കെ, അപ്പൊ ഈ വാക്യം ഞാനിങ്ങനെ ഈ മാനസാന്തരം എന്നോ അല്ലെങ്കിൽ
ദൈവം വെള്ളം തളിക്കുന്ന നിർമ്മല ജലം തളിച്ച് നമ്മളെ ക്ലീൻ ആക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയം, അപ്പൊ വചനത്താൽ അല്ലേ വീണ്ടും ജനിക്കുന്നത്, അങ്ങനെയല്ലേ ബൈബിളിൽ കാണുന്നതെന്ന് ആളുകൾ. തീർച്ചയായിട്ടും അതിനെ ഞാൻ നിഷേധിക്കുകയല്ല. വചനത്താൽ തന്നെയാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. വചനത്തിന്റെ പ്രസംഗത്താലാണ് നമ്മൾ വീണ്ടും ജനിക്കുന്നത്, സംശയമില്ല. പക്ഷെ ഇവിടുത്തെ വാട്ടർ എന്ന് പറയുന്ന എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്ന the Lord initiated cleaning of our heart, റിന്യൂവലിന് വേണ്ടി, പുതുതൊന്നും ഉണ്ടാകാൻ വേണ്ടി, ഉയരത്തിൽ നിന്നുള്ളതും ജനിക്കാൻ വേണ്ടി കഠിനമായതിനെ എടുത്തു മാറ്റുന്ന ദൈവത്തിന്റെ പ്രക്രിയയായിട്ടാണ് നമ്മൾ ഈ വാക്യത്തെ കാണേണ്ടത്. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ തിത്തോസിന്റെ ലേഖനത്തിൽ കാണുന്ന വാഷിംഗ് ഓഫ് റീജനറേഷൻ. അത് കഴുകപ്പെടുന്നതിനെ കുറിച്ച്. ഇനി റോമാലേഖന 6-ാം അധ്യായത്തിൽ സ്നാനത്തിന് ശേഷം സ്നാനം എന്താണെന്ന് പഠിച്ചു വരുമ്പോൾ ഈ കഴുകലിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സ്നാനം ഈസ് ഡിഫറെന്റ്. ഈ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്താൽ നമുക്ക് ഒരിക്കലും രക്ഷിക്കപ്പെടാൻ പറ്റത്തില്ല. ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാൽ മാത്രമേ നമുക്ക് രക്ഷിക്കപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ വെള്ളം തളിക്കൽ എന്ന് പറയുന്നത് ദൈവം ചെയ്ത ഗോഡ് ഇനിഷ്യേറ്റഡ് വർക്ക് ആണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം. ഓക്കെ, അപ്പൊ ഞങ്ങളെന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ദൈവരാജ്യത്തിന്റെ പ്രതിനിധികളായിട്ട് 400 വർഷത്തോളം നിശബ്ദതയുടെ കാലഘട്ടമായ ശേഷം ഇപ്പോൾ ദൈവത്തിന്റെ വചനവുമായിട്ട് ആദ്യം വന്ന് യോഹന്നാനാണ്. യോഹന്നാൻ പ്രസംഗിക്കുന്ന ഈ വെള്ളത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ്. നിങ്ങൾ ദൈവരാജ്യം സ്വീകരിക്കാൻ തക്കവണ്ണം നിങ്ങൾ മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ പോകണം എന്നാണ് യോഹന്നാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നീഡ് ടു റിപ്പന്റ്. ആൻഡ് റിപ്പന്റൻസിന്റെ സൈനായിട്ടാണ് യോഹന്നാൻ വെള്ളത്തിൽ മുങ്ങാൻ പറഞ്ഞത്. ഓക്കെ, ശരിക്കും വെള്ളത്തിൽ മുങ്ങുന്നതല്ല മനുഷ്യരെ ദൈവരാജ്യത്തിനോട് ഒരുക്കുന്നത്, മാനസാന്തരം. സ്നാനമല്ല അവരൊരുക്കുന്നത്. സ്നാനം ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് വില്ലിങ്നെസ്. കർത്താവെ, അത് ഞാൻ ചെയ്യുന്നതാണ്. സംതിങ് ദാറ്റ് ഐ ഡു, സംതിങ് ദാറ്റ് ഐ ഒബ്സർവ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് എന്നിൽ ചെയ്ത പ്രവൃത്തിയുടെ അക്നോളജ്മെന്റ് ആണ്. ഇതാണ് റോമാലേഖന 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. കർത്താവ് എന്നിൽ ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ളത് ഞാൻ അക്നോളജ് ചെയ്യുന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഏറ്റെടുക്കുന്നു. റോമർ 6-ൽ പറയാണ്, അവന്റെ മരണത്തിന്റെ പങ്കാളികളാകുവാൻ നമ്മൾ സ്നാനമേറ്റിരിക്കുന്നു, അല്ലെ? എന്ന് പറഞ്ഞാൽ യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നാം അറിയുന്നില്ലയോ? അപ്പൊ അവിടെ ഈ വെള്ളം എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് വെള്ളം വരുന്നത്? അവിടെ സ്നാനം എന്ന വെള്ളം നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ട. സ്നാനത്തെക്കുറിച്ചാണ് ആ ഭാഗമെങ്കിലും സ്നാനത്തെക്കുറിച്ചും അല്ല. അവിടെ പാപത്തിന്മേൽ എങ്ങനെ വിടുതൽ പ്രാപിക്കാം എന്നുള്ളതാണ് റോമർ 6-ന്റെ പ്രധാനപ്പെട്ട തീം. അത് സ്നാനത്തിന്റെ ഒരു എക്സാമ്പിൾ. നമ്മൾ എല്ലാവരും സ്നാനപ്പെട്ടവരായതുകൊണ്ട് അതൊരു എക്സാമ്പിൾ ആയിട്ട് പൗലോസ് അതിന്റെ എക്സ്പ്രഷൻ, വാട്ട് യു മീൻ ബൈ ബാപ്റ്റിസം, ഈ സ്നാനത്തിൽ എന്താണ് സംഭവിക്കുന്നത് വിശദീകരിക്കാൻ വേണ്ടിയാണ് പൗലോസ് അത് പറയുന്നത്. ഓക്കെ, അപ്പൊ റോമർ 6-ല് നമ്മൾ കാണുന്ന ആ ഒരു സ്നാനത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 3, അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പം വി ഹാഡ് എ ബാപ്റ്റിസം ഓൾറെഡി. ഇതെല്ലാവരും ഓൾറെഡി ബാപ്റ്റിസം എടുത്ത ആൾക്കാരോടാണ് ഇത് സംസാരിക്കുന്നത്, റോമ സഭയോടാണ് സംസാരിക്കുന്നത്. ബാപ്റ്റിസം എടുക്കാത്തവരാരും സഭയില് ഉണ്ടാവില്ല. സ്നാനമാണ് ശരിക്കും അവന്റെ സഭയുടെ അംഗങ്ങളാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പൊ റോമ സഭയിൽ എല്ലാവരും സ്നാനപ്പെട്ടവരെ. ഓക്കെ, കഴിഞ്ഞ ദിവസം ശിശുസ്നാനത്തെ അനുകൂലിച്ച് ഒരു CSIയിൽ അച്ഛൻ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഒരു സഹോദരൻ എനിക്ക് ഫോർവേഡ് ചെയ്തു. ആ സഹോദരൻ ഉണ്ടോ നോക്കട്ടെ ഇവിടെ. ഓക്കെ, ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അദ്ദേഹം പറയുന്നത് സ്നാനം ശരിക്കും ആവശ്യമില്ല. ഇതൊരു അച്ഛനാണ്. സ്നാനം ശരി, എൻ്റെ കൂടെ പഠിച്ച ആളാണ്, CMS കോളേജിൽ പഠിച്ച അച്ഛനാണ്, എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിലായിരുന്നില്ലെങ്കിൽ പോലും. ഓക്കെ, അദ്ദേഹം പറയുന്നത്, ഞാൻ ക്ലിപ്പാണ് കേട്ടത്, സ്നാനത്താലല്ല, സ്നാനത്തിന്റെ ആവശ്യം ഇല്ല. വാഗ്ദത്തം മക്കൾക്കെല്ലാം ഉള്ളതാണ്. അത് സ്നാനമില്ലാതെ തന്നെ ദൈവം മക്കൾക്കെല്ലാം ഈ അവകാശം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം മനസ്സിലാക്കാതെ പോയ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, CSIക്കാർ പോലെയുള്ള പട്ടത്ത് സഭകൾ, CSIക്കാർക്ക് അനേകം ഫെയ്ത്ത് എലമെന്റ്സിലും റൈറ്റ് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രക്ഷയുടെ കാര്യത്തിൽ, രക്ഷയുടെ പഠിപ്പിക്കലിന്റെ കാര്യത്തിൽ, കൃപയാലുള്ള ആത്മാവിനാലുള്ള വീണ്ടും ജനനത്തിൽ വിശ്വസിക്കുന്ന സഭയാണ്. ഒരു കാലത്ത് ഒരു ഇവാഞ്ചലിക്കൽ മിഷൻ ഉണ്ടായിരുന്ന ഒരു സഭയാണ്. ഇപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ they have again become very secular. അപ്പം എൻ്റെ ഒരു ചോദ്യം അവരോടും എല്ലാവരോടും, ഈ സ്നാനം അത്ര അത്യാവശ്യം ഇല്ലെങ്കിൽ എന്തിനാണ് ഈ പള്ളിയിലെല്ലാം അച്ഛന്മാര് ഈ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നത്? കാരണം they themselves are saying it's very important, അല്ലെ? അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇനി ഒരു പ്രായമാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ്. അപ്പൊ രക്ഷയ്ക്ക് സ്നാനം ആധാരമാണെന്നാണ് കൺവെൻഷണൽ സഭകളെല്ലാം വിശ്വസിക്കുന്നത്.
കാരണം ഇത്തിരി പ്രായമാകുമ്പം ഒരു പക്ഷേ ഇവര് സ്നാനപ്പെടാതെ മരിച്ചു പോയാൽ നരകത്തിൽ പോകുമോ അങ്ങനെയുള്ള ഒരു ഭയം കൊണ്ടാണ് വളരെ ചെറുപ്പത്തിലെ സ്നാനപ്പെടുത്താൻ സഭ തീരുമാനിച്ചത്. സഭയ്ക്ക് മനസ്സിലാകാതെ പോയൊരു കാര്യം എന്ന് പറയുന്നത് കെടുന്ന ഒന്നിനാലും നമ്മളെ വീണ്ടും ജനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നശിച്ചു പോകുന്ന ഒന്നിനാലും വീണ്ടും ജനിപ്പിക്കാൻ കഴിയത്തില്ല. അത് ആത്മാവിനാൽ മാത്രമേ കഴിയുള്ളൂ. ജഡം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഫിസിക്കലി ഡൂയിങ് സംതിങ് വിത്തൗട്ട് സംതിങ് ഹാപ്പനിങ് ഇൻസൈഡ്. അകത്ത് ഒന്നും സംഭവിക്കാതെ പുറമേ ഉള്ളതൊന്നും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവിശ്വാസത്തിന്റെ പ്രവൃത്തി യാതൊരുവിധ ഫലവും ചെയ്യുന്നില്ല. ഇനി കുഞ്ഞുങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വരുന്നതാണ് അവർ വിശ്വസിക്കുന്നെങ്കിൽ then why should they take baptism? They are already in, അല്ലേ? അവർ ഓൾറെഡി ഇൻ ആണല്ലോ. അവർ ഓൾറെഡി ഇൻ ആണെങ്കിൽ പിന്നെ എന്തിനാണ് അവരെ കഴുകുന്നത്? സോ ദാറ്റ്സ് ദ biggest thing that they need to answer. എന്തുകൊണ്ടാണ് പിന്നെ അവരെ കഴുകേണ്ടി വരുന്നത് എന്നുള്ളത്. അപ്പോൾ ശരിക്കും കഴുകപ്പെടുമ്പോൾ നമ്മൾ അകത്ത് ആന്തരികമായ ആ കഴുകൽ പ്രാപിക്കുന്നില്ലെങ്കിൽ, അതായത് നമ്മുടെ മേലുള്ള ആശ്രയത്തെ എടുത്തു കളയുന്ന, നമ്മുടെ കഠിന ഹൃദയത്തെ എടുത്തു കളയുന്ന ആന്തരികമായ പ്രവൃത്തിയാണ് ശരിക്കും നടക്കേണ്ടത്. അതിന്റെ എക്സ്പ്രഷനാണ് നമ്മൾ അത് ഏറ്റെടുക്കുന്നതാണ്. മൈ പാർട്ട് ആണ് ശരിക്കും ഞാൻ വെള്ളത്തിൽ ഇറങ്ങി കർത്താവിനോട്, കർത്താവേ നിന്റെ മരണത്തോട് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് സമ്മതിക്കുന്നു. ഐ എഗ്രി വിത്ത് മൈ മൈൻഡ്. ഐ എഗ്രി. എൻ്റെ രക്ഷയൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഐ എം ഓൾറെഡി സേവ്ഡ്. പക്ഷെ ഞാൻ സ്നാനപ്പെടുമ്പോൾ അതുകൊണ്ടല്ല രക്ഷപ്പെടുന്നത്. രക്ഷ ഇസ് ഓവർ. സ്നാനപ്പെടുമ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ കർത്താവിനോട് എൻ്റെ മനസ്സുകൊണ്ട് എഗ്രി ചെയ്യാണ്. ആത്മാവിൽ ഞാൻ രക്ഷിക്കപ്പെട്ടെങ്കിൽ മനസ്സുകൊണ്ട്, ഇനി മനസ്സാണ് രക്ഷിക്കപ്പെടുന്നത്. ദാറ്റ്സ് കോൾഡ് സാങ്ക്ടിഫിക്കേഷൻ. അപ്പൊ മനസ്സുകൊണ്ട് ഞാൻ പറയാണ് കർത്താവിനോട്, കർത്താവെ ഐ എം റെഡി ടു ഡൈ വിത്ത് യു ഫോർ എ പാർട്ടിസിപ്പേഷൻ ഇൻ യുവർ റിസറക്ഷൻ. നിന്റെ പുനരുത്ഥാനത്തിൽ ഒരു പങ്കാളിത്തത്തിന് വേണ്ടി ഞാൻ നിന്റെ മരണത്തോട് ഏകീഭവിക്കാൻ തയ്യാറാണ്, അതിന്റെ പങ്ക് അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ കർത്താവിനോട് സാക്ഷിക്കുന്ന, സഭയുടെ മുമ്പാകെ സാക്ഷിക്കുന്ന ആ ഒരു അനുസരണത്തിന്റെ ഒന്നാമത്തെ പടിയാണ് ശരിക്കും സ്നാനം. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കം കാര്യങ്ങളേ ഉള്ളൂ. അതിലൊന്നാണ് സ്നാനം. ഓക്കെ, ആന്തരികമായ കഴുകൽ ഈസ് ഡിഫറെന്റ് ആൻഡ് ബാപ്റ്റിസം ബൈ വാട്ടർ ഈസ് ഡിഫറെന്റ്. വെള്ളത്താലുള്ള കർത്താവ് നമ്മുടെ മേൽ അത് തളിച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്നത് വേറെ, നമ്മൾ ആ ശുദ്ധീകരണത്തോട് എഗ്രി ചെയ്യുന്നത് വേറെ. ഇത് രണ്ടും രണ്ട് പ്രോസസ്സുകളാണ്. നമുക്കിത് രണ്ടും ആവശ്യമാണ്. ഓക്കെ, സ്നാനപ്പെട്ടവരെയാണ് കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചൈൽഡ് ഈസ് ബാപ്റ്റൈസ്ഡ്, ഹി ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. അദ്ദേഹം ഒന്നും മനസ്സിലാക്കുന്നില്ല, ഉള്ളിൽ ഒന്നും നടക്കുന്നില്ല. കാരണം വിശ്വാസത്താൽ മാത്രമേ സാൽവേഷൻ നടക്കുകയുള്ളൂ. വിശ്വാസം ഇല്ലാത്ത ഒരു പ്രവൃത്തി ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ ഒരു കാരണവശാലും വീണ്ടും ജനനം നടക്കില്ല. മാമോദിസ മുങ്ങുമ്പോൾ ശരിക്കും അത് രക്തത്തിൽ നിന്നുള്ള ഒരു വീണ്ടും ജനനമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതായത് അപ്പനമ്മ വിശ്വാസിയായിരുന്നുണ്ട്, അല്ലെങ്കിൽ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ടല്ലോ, ഗോഡ് ഫാദർ. ഈ ഗോഡ് ഫാദർ വിശ്വാസിയാണെങ്കിൽ കൊച്ചും വിശ്വാസിയാകുമെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് കം ബൈ ഹ്യൂമൻ ഡിസിഷൻ. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മാനുഷികമായ ഒരു തീരുമാനത്താലും അത് കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ റോമാലേഖനത്തിലെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ we are seeing a greater significance of rebirth. 4-ാം വാക്യം പറയാണ്, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതാണ്. അപ്പൊ ജീവൻ തരുന്ന ആരാന്ന് കർത്താവ് പറഞ്ഞത്? ആത്മാവാണ്. ഓക്കെ, ഈ ഒരു ചോദ്യം പോന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് യഹൂദന്മാർ സ്നാനം നടത്തിക്കൊണ്ടിരുന്നത്? പ്രോക്സി എന്താ പറഞ്ഞ, അതിനൊരു വാക്കുണ്ടായിരുന്നു, വാക്ക് ഞാൻ മറന്നുപോയി. യഹൂദന്മാർ ഉപയോഗിക്കുന്ന ബാപ്റ്റിസത്തിന് പ്രോസിലൈറ്റ് ബാപ്റ്റിസം. ഈ പ്രോസിലൈറ്റ് ബാപ്റ്റിസം എന്ന് പറയുന്നത് വിഗ്രഹാരാധന എന്നുള്ള ക്ലെൻസിങ് ആയിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ബിക്കോസ് ദേ ഹാഡ് എ ഫിസിക്കൽ കവനന്റ്. ഓൾഡ് ടെസ്റ്റമെന്റ് വാസ് എ ഫിസിക്കൽ കവനന്റ്. സ്പിരിച്വൽ ആയിരുന്നു, ബട്ട് മാൻ കുഡ് എക്സിക്യൂട്ട് ഓൺലി ദ ഫിസിക്കൽ പാർട്ട് ഓഫ് ഇറ്റ്. ആ ഉടമ്പടിയുടെ ഫിസിക്കൽ സൈഡ് മാത്രമാണ് മനുഷ്യരുടെ മേൽ ഒരു ബൈൻഡിങ് ഡിമാൻഡ് ആയിട്ട് കർത്താവ് വെച്ചത്, വിത്ത് റിവാർഡ്സ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അതായത് അപ്പോൾ വിഗ്രഹാരാധന എന്ന് പറയുന്നത് ലിറ്ററൽ വിഗ്രഹാരാധന. ഇപ്പം ജാതികളുടെ നിന്ന് വരുന്ന ഒരാൾ കർത്താവിന്റെ കൂട്ടത്തോട് ചേരുവാൻ വേണ്ടി മ്ലേച്ഛതയിൽ ജീവിച്ചിരുന്ന ഒരാൾ, അതൊരു സിംബോളിക് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ് അവർ ഇനി മേലിൽ ഞങ്ങൾ നിങ്ങളോട് ചേരുന്നു എന്ന് പറയാൻ വേണ്ടിയായിരുന്നു പ്രോസിലേറ്റ് ബാപ്റ്റിസം. ഓക്കെ, മരിച്ചവരുടെ പേരിലുള്ള ബാപ്റ്റിസം എന്ന് പറയുന്ന ഒരു അബറേഷൻ ആയിരുന്നു. ദാറ്റ് വാസ് നോട്ട് സാങ്ഷൻഡ്. അതൊരു സാങ്ഷൻഡ് പ്രോസസ് ആയിരുന്നില്ല. ദാറ്റ് വാസ് ആൻ അബറേഷൻ. ആൻഡ് വി നെവർ സീ
a dead man repenting. That can never happen. He can regret in hell, but cannot repent. Okay. അവന് നരകത്തിൽ കിടന്ന് റിഗ്രറ്റ് ചെയ്യാം, പക്ഷെ ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകുന്ന റിപ്പൻറ്റൻസ് ഒരിക്കലും ഉണ്ടാവില്ല. Okay, repentance is a divine thing, and that happens by the cleansing by the Lord. Okay, അപ്പൊ പ്രോസ്ലൈറ്റ് ബാപ്റ്റിസം എന്ന് പറയുന്നത് അക്കാലത്ത് വിഗ്രഹാരാധനയിൽ നിന്ന് ആളുകൾ കടന്നു വരുമ്പോൾ അവർ സിംബോളിക് ആയിട്ട് വാഷ് ചെയ്ത് അകത്ത് കടത്തുക എന്നുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ബാപ്റ്റിസം ഉണ്ടായിരുന്നത്. ഓക്കെ, ബട്ട് ദാറ്റ് നെവർ ഹാപ്പൻസ് ഇൻ ന്യൂ ടെസ്റ്റാമെന്റ്. ന്യൂ ടെസ്റ്റാമെന്റ് വിശ്വാസികൾ ഒരിക്കലും അത് ചെയ്യുമായിരുന്നില്ല. അപ്പൊ ഈ മക്കൾക്ക് എപ്പോഴും ഒരു പേടിയുണ്ട്, ഈ അപ്പനും അമ്മയൊക്കെ സ്വർഗത്തിൽ പോകുന്നു. മക്കൾക്ക് അപ്പനമ്മയുടെ സ്നേഹം കൂടി പോയി അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. ഈ അപ്പനന്മാർ സ്വർഗത്തിൽ പോകുന്നു അങ്ങനത്തെ പ്രശ്നമുണ്ട്. അത് ഇന്നും ഉണ്ടല്ലോ, ഇന്നും ഉണ്ട്. ചില അമ്മച്ചിമാർ പറയുന്നില്ലേ, എന്തായാലും അങ്ങേര് പോകാത്ത സ്വർഗത്തിൽ എനിക്കും പോകണ്ട എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഹ്യൂമൻ ലവ്. ഇപ്പൊ ഹ്യൂമൻ ലവില് പെട്ടുപോകുന്ന ആൾക്കാർ വിചാരിക്കുന്നത്, അയ്യോ എന്റെ അപ്പനും അമ്മയും നരകത്തിൽ പോവാണല്ലോ, അയ്യോ എന്റെ ബ്രദർ നരകത്തിൽ പോവാണല്ലോ. പ്രിയ സഹോദരങ്ങൾ, അതെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ടും പൗലോസിനും സ്വന്തം സഹോദരങ്ങൾ രക്ഷിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം നമുക്കും ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയേ, ദൈവത്തിന് ചേസിന്റെ സഹോദരന്റെ പ്രത്യേക സ്നേഹമൊന്നുമില്ല. സന്തോഷമായ ഒരു സ്നേഹം പ്രത്യേകിച്ച് അങ്ങനെയില്ല. ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് റെക്കമെൻഡഡ് ചിൽഡ്രൻ ഇല്ല, ദൈവത്തിന് ഓൺ റെക്കമെൻഡേഷൻ ഒന്നും ആരുമില്ല. സോ യു കനോട്ട് ബി ഓവർലി പ്രിട്ടേബ്ഡ്. അതിനെക്കുറിച്ച് ഒത്തിരി ഭാരം ഉണ്ടെങ്കിൽ സുശേഷം പറയാം, അത്രേ ഉള്ളൂ. വലിയൊരു ഭാരം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. എവ്രി ഹ്യൂമൻ സോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ലോർഡ്. നമ്മൾ വഴിയിൽ കാണുന്ന ഒരു ഭിക്ഷക്കാരന്റെ ആത്മാവിനും നമ്മുടെ വീട്ടിലിരിക്കുന്ന സഹോദരന്റെ ആത്മാവിനും ഒരേ വാല്യൂ ആണ് ദൈവത്തിനുള്ളത്. അപ്പൊ ദൈവത്തിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ സോ ദർ ഇസ് നോ ഡിഫറൻസ്. എന്നാൽ മാനുഷികമായിട്ട് തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റല്ല. കാരണം നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടുള്ള സ്വാഭാവികമായ ഫീലയോ സഹോദര സ്നേഹമുണ്ട്. ആ സഹോദര സ്നേഹത്തിൽ നമ്മൾ കാണുന്ന ആളുകൾ നശിച്ചു പോകരുതെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം പൗലോസിനുണ്ടായിരുന്നു. സോ യു കനോട്ട് കോൾ ഇറ്റ് എ സിൻ. ഓക്കെ, നമ്മുടെ വാഗ്ദത്തം നമുക്ക് നമ്മുടെ മക്കൾക്ക് ഉള്ളതാണെന്നുള്ള കുട്ടികളുടെ ഈ വിശ്വാസികളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആർ ദേ സേവ്ഡ് ബൈ പ്രോമിസ് ഓർ ഡു ദേ ഹാവ് ടു ബിലീവ് എന്നുള്ളത്. ഇതിന് വ്യക്തമായ ഒരു ഉത്തരം വേദപുസ്തകം പറയുന്നില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, അവരറിയുന്നതിന് മുമ്പ് തന്നെ, അതായത് വിശ്വാസികളുടെ കുഞ്ഞുങ്ങൾ അറിയുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ രക്ഷാകരമായ പ്രവൃത്തികൾ നടക്കുന്നുണ്ടാകാം. ദേ മേ റിയലൈസ് ഇറ്റ് ഓൺലി അറ്റ് എ ലേറ്റർ ഡേറ്റ്. അപ്പൊ സ്നാനപ്പെടുന്നത് എപ്പോഴാ? സ്നാനപ്പെടുന്നത് നമ്മൾ ചെയ്യേണ്ടതാണ്, ദൈവം ചെയ്യുന്നതല്ല. ദൈവം ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നത് നമുക്കറിയില്ല. നിങ്ങൾക്കറിയാമോ എപ്പോഴാണ് നിങ്ങൾ ശരിക്കും രക്ഷിക്കപ്പെട്ടതെന്ന്? അറിയില്ല. ദൈവം എപ്പോഴാണ് നമ്മളെ വാഷ് ചെയ്യുന്നത്? നമ്മളോട് പറഞ്ഞു, ഞാൻ വാഷ് ചെയ്യാൻ പോവാ, എല്ലാവരും കണ്ണടച്ചിരുന്നു പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. He did not say, he did not give you a warning that you are going to be washed. No, never. അല്ലെ? പക്ഷെ സ്നാനം came by volition. It was a voluntary act. നമ്മൾ തീരുമാനിച്ച് ചെയ്തതാണ്. അപ്പൊ നമ്മൾ തീരുമാനിച്ച് സ്നാനപ്പെടണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി അസ്യൂം ദാറ്റ് യു ആർ ഓൾറെഡി എ ബിലീവർ, ക്ലെൻസ്ഡ്. നിങ്ങൾ ഓൾറെഡി ക്ലെൻസ്ഡ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഈ ക്ലെൻസിങ് വർക്ക് ഈസ് ഡിഫറെന്റ് ഫ്രം ബാപ്റ്റിസം. അപ്പൊ കുഞ്ഞുങ്ങൾ എപ്പോഴാണ് ശരിക്കും ഒരു വിശ്വാസിയുടെ മകൻ ക്ലെൻസ്ഡ് ആകുന്നത് നമുക്കറിയില്ല. കാരണം ഹീസ് ഹിയറിംഗ് ദ ഗോസ്പൽ ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ്. അവൻ ചെറുപ്പം തൊട്ട് ഇത് കേൾക്കുന്നുണ്ട്. എപ്പോഴാണ് ശരിക്കും ഈ കൺഫെഷൻ ഉണ്ടായത് നമുക്കത് അറിയേണ്ട കാര്യമില്ല. കാരണം സ്വർഗത്തിൽ പോകുന്നത് ഈസ് ബേസ്ഡ് ഓൺ വാട്ട് ഗോഡ് ഈസ് ഡൂയിങ്, നോട്ട് ബേസ്ഡ് ഓൺ വാട്ട് മാൻ ഈസ് ഡൂയിങ്. രക്ഷ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ ദാനമാണ്. So if he's internally washed, still he doesn't understand that, I don't understand that, it doesn't cause a problem. Because if he's washed by the Lord, he will definitely go to heaven. Okay? പക്ഷെ സ്നാനം അപ്പോഴും കൺഫെഷന്റെ പേരിലേ ഉള്ളൂ. You confess that Jesus is the Lord and he was resurrected for my sake. അവൻ എനിക്ക് വേണ്ടി മരിച്ചു പുനരുത്ഥാനം ചെയ്ത കർത്താവാണ് എന്ന് ഞാൻ കൺഫസ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പുണ്ടാകുമ്പോഴാണ്. ആ കൺഫെഷനാണ് സ്നാനം. സ്നാനം എന്ന് പറയുന്നത് ഞാൻ ദൈവത്തോട് ചെയ്യുന്നതാണ്, ദൈവം എനിക്ക് ചെയ്യുന്നതല്ല. ദൈവം എനിക്ക് ചെയ്തതിനോടുള്ള ഓർമ്മയാണ്, നന്ദിയാണ്, സ്തോത്രമാണ്. സോ ദാറ്റ്സ് ഗോഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബട്ട് initiated by man. It's a man initiated work.
നമ്മൾ രക്ഷിക്കപ്പെടുന്നത് അങ്ങനെയല്ല, അതൊരു ഗോഡ് ഇനിഷ്യേറ്റീവിലാണ് നമ്മൾ എപ്പോഴും രക്ഷിക്കപ്പെടുന്നത്. പിതാവിന്റെ ഡിസിഷനാണ് നമ്മുടെ സാൽവേഷൻ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഞാൻ ഈ സംശയങ്ങളോടാണ് കേട്ടോ പ്രതികരിക്കുന്ന പല കാര്യങ്ങളും. അപ്പൊ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ അവരുടെ സുവിശേഷം കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഇറ്റ് ക്യാൻ ബി പുൾഡ് ഇൻ ടു എക്സ്ട്രീംസ് ഓൾസോ. നമ്മുടെ കുഞ്ഞുങ്ങൾ അടക്കം ഒതുക്കമുള്ളവരായി അനുസരണമുള്ളവരായി വളരണമെന്ന് അങ്ങനെയുള്ളവർക്കേ സഭയിൽ മൂപ്പന്മാരാകാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2-3 ചോദ്യങ്ങളുടെ വന്നിട്ടുണ്ട്. ഞാൻ അതുകൂടെ വായിച്ചിട്ട്. ഗലാത്യർ 3:27 ക്രിസ്തുവിനോട് ചേരാൻ എന്ന് എഴുതിയിട്ടില്ലേ, സഭയോട് ചേരുവാനാണോ? ശരിക്കും ക്രിസ്തുവിന്റെ സഭയോട് ചേരുന്നതും ക്രിസ്തുവിനോട് ചേരുന്നതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം യേശുക്രിസ്തുവിനെ സ്നാനപ്പെട്ടവരെ ആണ് കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നത്. അപ്പൊ സഭയോട് ചേരുന്നത് ക്രിസ്തുവിനോട് ചേരുന്നത് തന്നെയാണ്, ബൈ വൺ ബാപ്റ്റിസം. ശരിക്കും ഈ ക്രിസ്തുവിനോട് ചേർന്നതിന്റെ ഒരു അഫർമേഷൻ ആണ് ഈ വെള്ളത്താലുള്ള സ്നാനം എന്ന് പറയുന്നത്. ക്രിസ്തു, നമുക്കറിയാം, നമ്മൾ കൊരിന്ത് ലേഖനം പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യമാണ്, ഏക ആത്മാവിനാൽ നാം ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാകുമാർ സ്നാനപ്പെട്ടു. സോ വി ആർ ജോയിൻഡ് ടുഗദർ ആസ് വൺ ബോഡി ത്രൂ സ്പിരിറ്റ് ബാപ്റ്റിസം. പക്ഷെ അങ്ങനെ ജോയിൻ ചെയ്തു അല്ലെ ചെയ്യുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് നമ്മൾ വാട്ടർ ബാപ്റ്റിസം എടുക്കുന്നത്. വാട്ടർ ബാപ്റ്റിസം ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ്, but that confesses me to be part of the church, part of Christ's body. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ലോക്കൽ റെപ്രസെന്റേഷൻ ആയ സഭയുടെ അംഗമാണ് ഞാൻ എന്നുള്ള എന്റെ കൺഫെഷനാണ്. ഒരു അഡൽട്ട് എഗ്രിമെന്റ്, ഒരു അഡൽട്ട് അഫർമേഷൻ, ഒരു മുതിർന്ന ബുദ്ധിയോടെയുള്ള അഫർമേഷൻ ആണ്. അതാണ് എന്നെ ശരിക്കും മറ്റുള്ളവർക്ക്, ഇപ്പം നമ്മുടെ സഭയിൽ അംഗമാവുക എന്ന് പറയുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും വേണ്ടത്? ഇപ്പൊ നമ്മുടെ സഭയില് ഒരു മനുഷ്യൻ ചേരുന്നു എന്ന് വിചാരിച്ചോ, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അദ്ദേഹം വീണ്ടും ജനിച്ച ആളാണെന്ന്? ദൈവത്തിന്റെ ആന്തരികമായ പ്രവർത്തനം നടന്നിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഓൺലി ബൈ ഹിസ് കൺഫെഷൻ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു മനുഷ്യൻ സ്നാനപ്പെടുന്നതിലൂടെ കർത്താവിന്റെ സഭയോട് ചേരുന്നത് എന്തുകൊണ്ടാണ്? ദാറ്റ്സ് ഹൗ ഹി കൺഫെസസ്. ഓക്കെ, അപ്പൊ സ്നാനപ്പെടുമ്പോൾ സത്യത്തിൽ എന്താ ചെയ്യുന്നത്? ഹിസ് കൺഫെസിങ് ഹിസ് മെമ്പർഷിപ്പ് ഇൻ ദ ബോഡി ഓഫ് ദ ലോർഡ്, വിസിബിളി റെപ്രസെന്റഡ് ബൈ എ ലോക്കൽ ചർച്ച്. ഒരു ചോദ്യം കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ. അപ്പൊ ലോക്കൽ ചർച്ചും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോക്കൽ ചർച്ചിൽ ചേരുക എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു സെലിബ്രേഷൻ ആണത്. ബട്ട് ദാറ്റ് കുഡ് ബി ഇംപെർഫെക്റ്റ്, നോട്ട് യുവർ ലൈക്കിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും ആയിരിക്കണം എന്നില്ല. പക്ഷെ അത് കർത്താവിന്റെ ശരീരത്തിന്റെ ഒരു മിനിയേച്ചർ റെപ്ലിക്കയാണ്. അത് മിനിയേച്ചർ റെപ്ലിക്ക എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ റെപ്രസെന്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ബോഡി. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ആവുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്. സോ വി കനോട്ട് ബി ആൻ ഇൻഡിപെൻഡന്റ് ക്രിസ്ത്യൻ വിത്തൗട്ട് ജോയിനിങ് എനി ലോക്കൽ അസംബ്ലി. അപ്പൊ നിങ്ങൾ പറയുമോ ലോക്കൽ അസംബ്ലി അവിടെ ഒന്നും കൂടി വർഷിപ്പിക്കാൻ പറ്റത്തില്ല ബ്രദർ, എല്ലാം അനീതി, അക്രമം, പണമോഹം. ശരിയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ നിങ്ങളെ ദൈവം വിളിച്ചേക്കുന്ന ഒരു പ്രോഫറ്റ് ആയിട്ടായിരിക്കാം. നിങ്ങൾ ആരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല. ഇഫ് യു സീ സംതിങ് ഈസ് റോങ് അക്കോർഡിംഗ് ടു ദ ബൈബിൾ, സംതിങ് വെരി കാർഡിനൽ, യു നീഡ് ടു കറക്റ്റ് ദോസ് പീപ്പിൾ. സഭയിൽ മ്യൂച്വൽ കറക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് സഭയിലെ മ്യൂച്വൽ കറക്ഷൻ എന്ന് പറയുന്നത്. യു നീഡ് ടു കറക്റ്റ് വൺ അനദർ ഇൻ എവരിതിങ്. ഓക്കെ, ഇനി പ്രീഡെസ്റ്റിനേഷന്റെ വിഷയമാണ് അടുത്തൊരു ചോദ്യമായിട്ട്. ദൈവത്തിന്റെ പ്രീഡെസ്റ്റിനേഷനെ കുറിച്ച് വിശ്വാസിയുടെ മക്കൾ പ്രീഡെസ്റ്റിനേറ്റ് ആണോ എന്നൊരു ചോദ്യമാണ്. ഇതിന്റെ ഈ പ്രീഡെസ്റ്റിനേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. വി ഡോണ്ട് ഹാവ് എനി ഐഡിയ. പക്ഷെ ഞാൻ ഉറച്ചു വെച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉള്ളതാണ്. സോ ഐ ക്ലെയിം ദാറ്റ് പ്രോമിസ് ഓഫ് ദ ലോർഡ്. നാച്ചുറലി വി വാണ്ട് അവർ ചിൽഡ്രൻ ടു ബി സേവ്ഡ്. പക്ഷെ ഒരുവനനുസരിച്ചില്ലെങ്കിൽ ദൈവത്തിന് അവനിൽ പ്രസാദമില്ല. പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ സാൽവേഷനിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, ദൈവത്തിന്റെ ജനറൽ വിധിയിലേക്ക് നമ്മളത് എത്തിക്കാവും. പ്രീഡെസ്റ്റിനേഷനെ കുറിച്ച് പറയണമെങ്കിൽ ഹി ഹാസ് ടു ബി ഇൻസൈഡ്, then only we can speak about predestination as a positive thing. പ്രീഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ നമുക്കൊരു വിധി പോലെ ആയി മാറും. അതുകൊണ്ട് തന്നെ ദൈവം ഈ പ്രീഡെസ്റ്റിനേഷൻ മുൻനിർണയത്തെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ബൈബിളിൽ ചെയ്തിട്ടില്ല. ഹി ഹാസ് നോട്ട് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഓപ്പറേറ്റ്സ്. ആ പ്രീഡെസ്റ്റിനേഷൻ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇത് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് എനിക്കും മനസ്സിലാകാത്ത ഒരു ഏരിയ ഈ പ്രീഡെസ്റ്റിനേഷൻ ആകും. ആ മനസ്സിലാകാത്ത ഏരിയ പ്രീഡെസ്റ്റിനേഷൻ നിഷേധിക്കുകയല്ല, പക്ഷെ അതിന് എന്താ പറയുന്നത്, പ്രീഡെസ്റ്റിനേഷൻ ഇല്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ബൈബിളിലെ
കാര്യമാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളതുകൊണ്ട് അവന് കരുണ തോന്നുന്നു, വേണ്ടാത്തവനെ അവന്റെ ഹൃദയം തടിപ്പിക്കുന്നു എന്നൊക്കെ ബൈബിൾ കാണുന്നുണ്ട്. Even though we cannot agree with it intellectually, humanistically, the word is word. We need to accept it. വചനം എന്ത് പറയുന്നത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ ഹ്യൂമൻ തിങ്കിങ് അതിനോട് എത്ര എഗ്രി ചെയ്തില്ലെങ്കിലും നമ്മൾ അതിനെ വ്യാഖ്യാനിച്ച് നമ്മുടെ തിങ്കിനകത്തോട്ട് കൊണ്ടുവരാനും ശ്രമിക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ നമുക്ക് പൂർണ്ണമായിട്ട് ഇതൊന്നും മനസ്സിലാകാത്തതിന് ഒരു റീസൺ എന്ന് പറയുന്നത് സമയവും നിത്യതയും തമ്മിലുള്ള ബന്ധം എന്താ നമുക്ക് ഒരിക്കലും ഈ ലോകത്തിൽ പിടികിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യം. എന്താണ് സമയവും നിത്യതയും തമ്മിലുള്ള ബന്ധം? ദൈവത്തിന്റെ തീരുമാനങ്ങളെല്ലാം നിത്യതയിലാണ്, നമ്മുടെ തീരുമാനങ്ങളെല്ലാം സമയത്തിനകത്താണ്. അപ്പൊ സമയത്തിനകത്തെടുക്കുന്ന തീരുമാനങ്ങളും ദൈവം നിത്യതയിൽ എടുക്കുന്ന തീരുമാനങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് മനുഷ്യന്റെ ഇന്റലിജൻസ് ഉണ്ടത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തില് വളരെയധികം ആശയക്കുഴപ്പങ്ങളുള്ളത്. ഇപ്പോഴും ദൈവത്തിന് ഇറ്റേണിറ്റിയാണ്, എനിക്കാണ് സമയമുള്ളത്. അപ്പൊ ദൈവത്തിന്റെ മുന്നറിവിലുള്ള തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ ഇറ്റേണിറ്റിയിലുള്ള തെരഞ്ഞെടുപ്പും എന്റെ ടൈമിങ്ങിലുള്ള ഡിസിഷൻസും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് എന്നുള്ള കാര്യം ഒരു പരിധി വരെ മാത്രമേ നമുക്ക് ബൈബിളിലെ റെവലേഷൻ അനുസരിച്ച് മാത്രമേ നമുക്ക് വെളിപ്പെടാൻ പറ്റുള്ളൂ. കാരണം ഈ സമയമില്ലാത്തൊരവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. പ്രീഡെസ്റ്റിനേഷൻ ഈസ് സംതിങ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് വിത്തൗട്ട് ടൈം, വിത്തൗട്ട് ദ ടൈം ആക്സസ്. ടൈം ആക്സസ് ഇല്ലാതെ നടന്നൊരു കാര്യമാണ് പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. സമയം എന്ന മാനം ഇല്ലാതെ. ഓക്കെ, ത്രിമാനം അല്ല, ഫോർത്ത് മാനമാണ് ശരിക്കും. ത്രിമാനം എന്ന് പറഞ്ഞാൽ എന്താ? ത്രിമാന ചിത്രങ്ങൾ, 3D. 3D എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷൻസ് ആണ്. നീളം ഉണ്ടാവും, അതിന് വീതി ഉണ്ടാവും, അതിനാണ് നമ്മുടെ പടം, ചിത്രം എന്നൊക്കെ പറയുന്നത്. ഈ കനവും കൂടെ ഉണ്ടാവും, അത് നമ്മുടെ മുമ്പോട്ട് വരും എന്നൊരു തോന്നും, അതിനാണ് 3D എന്ന് പറയുന്നത്. 3D. ഓക്കെ, അപ്പൊ കനവും കൂടെ ഉള്ളതാണ് 3D എന്ന് പറയുന്നത്. ടൈം ആക്സിസ് എന്ന് പറയുന്ന സാധനമുണ്ട്, സ്പേസ് ടൈം ആക്സിസ്, 4th ഡയമെൻഷൻ എന്ന് പറയുന്നത്. 4th ഡയമെൻഷൻ. ഓക്കെ, അപ്പൊ ആ ടൈം ആക്സിസ് ഇല്ലാത്തൊരു കാര്യം നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് ടൈം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് സമയം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ദൈവത്തിന്റെ തീരുമാനങ്ങളെ കുറിച്ച് പഠിക്കാൻ നമുക്കുള്ള ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് ദൈവം ടൈം ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരാളാണെന്നുള്ളതാണ്. ഹീസ് ഇറ്റേണൽ ആൻഡ് ഹിസ് വർക്ക്സ് ആർ ഇറ്റേണൽ. അപ്പൊ അതുകൊണ്ട് തന്നെ വി വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് ഇറ്റേണൽ ആട്രിബ്യൂട്ട്സ്. നിത്യതയിലുള്ള അവന്റെ ആട്രിബ്യൂട്ട്സ് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കത്തില്ല. ഓക്കെ, അവിടെ മനുഷ്യൻ എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. ഈവൻ വെൻ വി ഗോ ടു ഹെവൻ വി വിൽ ഓൺലി ബി ഫൈനൈറ്റ് ബീയിങ്സ്. അപ്പോഴും ദൈവത്തിന്റെ അനന്തത നമുക്കൊരു ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു റിസർവോയർ ഓഫ് റെവലേഷൻ ആയിരിക്കും. കാരണം വി വിൽ ഈവൻ ദെയർ വി വിൽ ബി ഫൈനൈറ്റ് ബീയിങ്സ്. അത് ഫൈനൈറ്റ് ബീയിങ്സ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുന്ന, സർവ്വവ്യാപി അല്ലാത്ത, നിർവചിക്കാൻ പറ്റുന്ന ഫൈനൈറ്റ്. ഇൻഫിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ആശയവും കിട്ടാത്ത. അപ്പൊ ദൈവത്തിന്റെ പെർഫെക്ഷൻ ഇൻഫിനിറ്റ് പെർഫെക്ഷൻ ആണ്. അപ്പൊ ഇൻഫിനിറ്റ് പെർഫെക്ഷനിൽ കർത്താവ് എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് ഒരിക്കലും ടൈമിൽ ഇരുന്നുകൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. കാരണം ടൈമിൽ ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ, കാരണം വി ആർ ലിമിറ്റഡ് ഇൻ അവർ സ്കോപ്പ്. അതുകൊണ്ട് ഈ തിയോളജിക്കലായിട്ട് രണ്ട് സൈഡിൽ ചെന്ന് നിന്നിട്ട് പ്രീഡെസ്റ്റിനേഷൻ ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന ആളുകളുടെ കുരുക്കിൽ നമ്മൾ പെട്ടുപോകരുത്. കാരണം വി കാനോട്ട് ഡിനൈ എനി സ്ക്രിപ്ചർ, ഓക്കെ, ബൈ അവർ ഹ്യൂമനിസ്റ്റിക് തിങ്കിങ്. പക്ഷെ നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻ സമ്മതിക്കാം. ദൈവം എന്തായാലും പ്രീഡെസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഇറ്റേണൽ ഡിസിഷൻ ആണ്. ആ ഇറ്റേണൽ ഡിസിഷൻ ദൈവം എടുക്കുമ്പോൾ എന്റെ ടെമ്പറൽ ഡിസിഷൻസ് അതുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യം ഐ എം നെവർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, അപ്പൊ കർത്താവ് എപ്പോഴാണ് നമ്മളെ തെരഞ്ഞെടുത്തത്? എപ്പോഴാ? കണ്ടോ, ടൈം ആക്സിസാ. ഞാൻ എപ്പോഴും ചോദ്യം ചോദിക്കുകയല്ലേ, എപ്പോഴാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത്? സകല കാലത്തിന് മുമ്പ്. ഓർമ്മയുണ്ടോ? സകല കാലത്തിന് മുമ്പ്. എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ടൈം ആക്സിസിലാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. എപ്പോൾ, അല്ലെ? അപ്പൊ ടൈമാ, സമയമാ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വെൻ. അങ്ങനെ ഒരു സമയം സത്യം ദൈവത്തിനില്ല. അതുകൊണ്ട് ഭൂമി ഉണ്ടാകുന്നതിനും പൊണ്ടെന്ന് ഉണ്ട്. ഇല്ലേന്ന് ചോദിച്ചാൽ അറിയില്ല. നമുക്ക് അതിനെക്കുറിച്ച് വി കനോട്ട് ഹാവ് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആസ് ലോങ് ആസ് വി റിമെയിൻ ഇൻ ദിസ് എർത്ത്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് കാലഗതി ഒന്നും അറിയേണ്ടത് നിങ്ങളുടെ പരിപാടി അല്ല, നിങ്ങൾക്ക് പറ്റത്തില്ല. ബിക്കോസ് യു കനോട്ട് ഹാവ് ആൻ ഇൻഡിപെൻഡന്റ് അസസ്മെന്റ്. കാലം എപ്പോഴാണെന്ന് അറിയുന്നത് നിങ്ങളുടെ പണിയല്ല. നിങ്ങൾ ലക്ഷണങ്ങൾ നോക്കിയാൽ മതി, കാലം നോക്കണ്ട. യു ആർ നെവർ ഗോയിങ് ടു നോ വെൻ ദീസ് തിങ്സ് വിൽ ഹാപ്പൻ. ആൻഡ് ദാറ്റ്സ് ബിക്കോസ് വി ആർ ലിമിറ്റഡ് ഇൻ അവർ ബീയിങ്, ഇൻ അവർ എക്സിസ്റ്റൻസ്. അതെന്നും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അപരിമിതമായ അപരിമേയമായ നോളജ്
പക്ഷെ അപ്പോൾ നമ്മൾ ഒരിക്കലും അഗ്നോസ്റ്റിസിസിലോട്ട് പോകരുത്. അഗ്നോസ്റ്റിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും അറിയാൻ പറ്റില്ല, അത് അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല, ദൈവത്തെക്കുറിച്ച് ഇത്രയൊന്നും അറിയാൻ നമുക്ക് സാധിക്കില്ല, ഇനി ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പറ്റില്ല എന്നൊക്കെയാണ് അഗ്നോസ്റ്റിസിസം പറയുന്നത്. നമ്മൾ അങ്ങോട്ട് അജ്ഞാനവാദം, നമ്മൾ അങ്ങോട്ട് പോകാതെ നമ്മൾ ഇത്രയും മനസ്സിലാക്കാം, ദൈവം നമ്മളെ മുൻനിർണയിക്കുന്നുണ്ട്, സത്യമാണ്, അത് നമ്മുടെ പ്രവൃത്തികളാലല്ല, സത്യമാണ്, ബൈബിളിലുണ്ട്. ദൈവം നമ്മെ കഴുകുന്നുണ്ട്, ഇവിടെ ഒന്നും ഒരു സംശയമില്ല. ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുന്നുണ്ട്, ദൈവം നമ്മളെ രക്ഷിക്കുന്നുണ്ട്, ദൈവം നമ്മെ അവൻ അവകാശികളാക്കി മാറ്റുന്നുണ്ട്, സ്വർഗത്തിൽ ഇരുത്തുന്നുണ്ട്. നോ ഡൗട്ട് അബൌട്ട് എനി ഓഫ് ദീസ്. അതോടൊപ്പം നമ്മൾ വിശ്വസിക്കണം, നമ്മൾ ഓടണം, എല്ലാം ശരിയാണ്, ഇതെല്ലാം ബൈബിൾ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് എങ്ങനെ നമുക്ക് റിക്കൺസൈൽ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അത് എന്റെ ഹ്യൂമൻ ബ്രെയിനിന് സ്യൂട്ടബിൾ ആക്കി എടുക്കണം എന്നുള്ള കാര്യം ബൈബിൾ പറയുന്നില്ല, ഒത്തിരി സമയത്ത് അത് പറയുന്നില്ല. സോ വി നീഡ് ടു ബിലീവ് വിത്തൗട്ട് ക്വസ്റ്റ്യൻ. ബൈബിളിനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കണം? ചോദ്യം ചെയ്യാതെ ബൈബിളിനെ വിശ്വസിക്കണം. പ്രീഡെസ്റ്റിനേഷൻ, ത്രൂ പ്രീഡെസ്റ്റിനേഷൻ വി cannot prove anything. We cannot prove anything. ഓക്കെ, അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രീഡെസ്റ്റിനേഷൻ എങ്ങനെ എടുത്ത് കൈ പിടിച്ച് ഇതാകട്ടോ പ്രീഡെസ്റ്റിനേഷൻ, ഇതാണ് കേട്ടോ ടൈം, നിങ്ങൾക്ക് ടൈം കണ്ടോ, ടൈമിന് മുമ്പ് കണ്ടോ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇല്ലസ്ട്രേഷൻ പർപ്പസിൽ പറയാമെങ്കിലും തലയ്ക്കകത്തോട്ട് ഇത് വരച്ചു കൊടുക്കാൻ ഒരിക്കലും സാധിക്കും. സോ predestination angle I think we should leave. പക്ഷെ I hold on to the promise that ദൈവം നമുക്കൊരു വാഗ്ദത്തം തരുമ്പോൾ, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും കർത്താവ് ദൂരത്ത് നിന്ന് വിളിച്ചു വരുന്ന ഏവർക്കും ഉള്ളത് അത്രേ. കർത്താവ് വിളിച്ചു വരുന്നവർക്ക് എല്ലാം ഉള്ളത്, അതുപോലെ നിങ്ങളുടെ മക്കൾക്കും ഉള്ളത് എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വി ക്യാൻ ഹോൾഡ് ഓൺ ടു ദാറ്റ് പ്രോമിസ്. ഓക്കെ, അതാണ് ഞാൻ ചെയ്യുന്നത്. I hold on to that promise and I trust God will do honor his promises. Okay, ഇനി ചർച്ചിൽ ദൈവത്തിന്റെ ആത്മാവ്